വയനാട് പുൽപ്പള്ളിയിൽ കടുവ ആക്രമണത്തിൽ വനവാസി വൃദ്ധൻ കൊല്ലപ്പെട്ടു. ദേവർഗദ്ധ ഉന്നതിയിലെ മാരനാണ് മരിച്ചത്. എത്രയും പെട്ടെന്ന് കടുവയെ പിടികൂടണമെന്നും പ്രതിഷേധം തുടരുമെന്നും നാട്ടുകാർ പറഞ്ഞു. ഉച്ചയ്ക്ക് 12 മണിക്കാണ് കടുവ ആക്രമണം ഉണ്ടായത്. മാരനും സഹോദരിയും കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോകവേ കടുവ ആക്രമിക്കുകയായിരുന്നു. വനാതിർത്തിയോട് ചേർന്ന പുഴയുടെ ഭാഗത്ത് വെച്ചാണ് കടുവ ആക്രമിച്ചത്. ശബ്ദം കേട്ട് സഹോദരി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും മാരനെ കടുവ കാട്ടിലേക്കും വലിച്ചിഴിച്ചു കൊണ്ടുപോയി. ഏറെ നേരത്തെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയത്. കൂമൻ എന്ന് പറഞ്ഞ ആള് കാലത്തെ പുഴയിൽ കുളിക്കാൻ പോയതോ വിറകിന് പോയതാണോ, രണ്ടുപേരുണ്ടായിരുന്നു. അതിൽ കൂമനെ കടുവ പിടിച്ച് വലിച്ചഴിച്ചു കൊണ്ടുപോയി. അങ്ങനെ പിന്നീട് എല്ലാവരും ബന്ധപ്പെട്ട് ഫോറസ്റ്റുകാരൊക്കെ കൂട്ടിക്കൊണ്ടുവന്നു. ഞങ്ങളൊക്കെ വന്നു. ഇവിടെ ഒരു തീരുമാനം എടുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ബോഡീൻ്റെ കൂടെ ഹോസ്പിറ്റൽ വരെ വരണമെന്നോ ഒന്നും പറഞ്ഞില്ല. അവർ കയറ്റിക്കൊണ്ടുപോയി. ദിവസങ്ങൾക്ക് മുൻപ് വണ്ടിക്കടവിനടുത്തുള്ള ചെതലയത്ത് വെച്ച വളർത്തുപോത്തിനെ കടുവ ആക്രമിച്ചിരുന്നു. കടുവയുടെ സാന്നിധ്യം മേഖലയിൽ ഉണ്ടായിട്ടും മതിയായ ജാഗ്രത വനംവകുപ്പ് പുലർത്തിയില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. നിരന്തരമുണ്ടാകുന്ന കടുവ ആക്രമണത്തിൽ ഭയപ്പാടിലാണ് വയനാട്ടിലെ പ്രദേശവാസികൾ. എത്രയും പെട്ടെന്ന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അർജുൻ PS, ജനം, വയനാട്.